ഫസ്റ്റ് ഗോൾ റോഡ്രിഗോയുടെ എന്ത് സിമ്പിളായിട്ടാണ് ഹി മേക്സ് ഇറ്റ് ലുക്ക് സോ ഈസി. 40 yards ഔട്ട് ഒരു ഷോട്ട് എടുക്കും. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗോൾ. 9 കളിയിൽ നിന്നാണ്ട് അതൊരു ഒരു ഗോളെ കൺസീഡ് ചെയ്തിട്ടുണ്ട്. ഒരു പീസ് ഓഫ് കേക്കാണ്. വളരെ ഈസി ആയിട്ട് ഹെഡ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നു. ആസ്റ്റൺ വില്ലയുടെ ഇത് സെക്കൻഡ് പ്രീ ക്വാർട്ടർ ആണ് വിത്തിൻ 2 weeks. ഹലോ എവ്രിവൺ, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ ഫസ്റ്റ് ലെഗ് മാച്ചസിനെ പറ്റിയാണ്. അങ്ങനെ എല്ലാ മാച്ചസും കഴിഞ്ഞിരിക്കുകയാണ് പ്രീ ക്വാർട്ടറിൻ്റെ ഫസ്റ്റ് ലെഗിലെ. നമുക്ക് എല്ലാ മാച്ചസിനെ പറ്റി പെട്ടെന്ന് ഒന്ന് നോക്കാം. ക്ലബ് ബ്രൂസ് വിസസ് ആസ്റ്റൺ വില്ല. ആസ്റ്റൺ വില്ലയുടെ ഇത് സെക്കൻഡ് പ്രീ ക്വാർട്ടർ ആണ് വിത്തിൻ 2 weeks. കാരണം FA കപ്പിൻ്റെ പ്രീ ക്വാർട്ടറിൽ നിന്ന് ഓൾറെഡി ക്വാർട്ടറിലേക്ക് ആസ്റ്റൺ വില്ല കടന്നിരിക്കുകയാണ്. അതിൻ്റെ കോൺഫിഡൻസുമായിട്ടാണ് ഈ ഗെയിമിലേക്ക് വരുന്നത്. ആ കോൺഫിഡൻസ് നല്ല രീതിയിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്തെന്ന് തന്നെ പറയണം. കാരണം ഫസ്റ്റ് ഹാഫിൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ഒരു വോളി കൺവേർട്ട് ചെയ്യുന്നു ബെയ്ലി. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ തന്നെ ക്ലബ് ബ്രൂസ് ഈക്വലൈസ് ചെയ്യുന്നു. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ക്ലബ് ബ്രൂസ് കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ഒന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ദർ വർ സം ചാൻസസ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആസ്റ്റൺ വില്ലയുടെ ഒരു ക്രോസ് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്ന ക്ലബ് ബ്രൂസ് അത് ഓൺ ഗോളായിട്ട് മാറിയിട്ട് 2-1 അഡ്വാൻറ്റേജ് ആസ്റ്റൺ വില്ലയ്ക്ക് കിട്ടും. കളി ദിനം കുറച്ച് മിനിറ്റുകൾ ബാക്കി നിൽക്കെ ക്ലബ് ബ്രൂസ് ആസ്റ്റൺ വില്ലയുടെ പ്ലെയറിൽ പെനാൽറ്റി ബോക്സിൽ ഫൗൾ ചെയ്യുന്നു. അങ്ങനെ പെനാൽറ്റി കിട്ടുന്നു. അസെൻസിയോ ഹു ഈസ് പിക്കിംഗ് അപ്പ് ക്വൈറ്റ് എ ഗുഡ് ഫോം, അസെൻസിയോ അത് ഈസിലി കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഊനായ് എമറിയുടെ ആസ്റ്റൺ വില്ല 2 goal എവേ അഡ്വാൻറ്റേജോടെ സെക്കൻഡ് ലെഗിലേക്ക് കടക്കുന്നു. റിയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഈ ഗെയിമിനെ പറ്റി അധികം എന്താ പറയുക, ആമുഖങ്ങളുടെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലേ. റൈവൽസിൻ്റെയൊക്കെ ഒരു പര്യായം എന്ന് പറയുന്ന ഗെയിമൊക്കെയാണ് ഇതൊക്കെ അല്ലേ. റിയൽ മാഡ്രിഡ് വളരെ സ്ട്രോങ് ആയിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. റോഡ്രിഗോ വാട്ട് എ പ്ലെയർ. അവനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഫൗൾ ചെയ്യാതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്നുള്ളൊരവസ്ഥ. എത്ര പ്രാവശ്യമാണ് റോഡ്രിഗോ ഹി ഡ്രിബിൾ പാസ് ദ പ്ലെയർ വിത്ത് ഈസ്. ആ ഫസ്റ്റ് ഗോൾ റോഡ്രിഗോയുടെ എന്ത് സിമ്പിളായിട്ടാണ് ഹി മേക്സ് ഇറ്റ് ലുക്ക് സോ ഈസി, ബട്ട് ഇറ്റ്സ് സോ ടഫ് ടു ഡു. ലെഫ്റ്റ് ഹാൻഡ് വിങ്ങിൽ നിന്ന് ഡിഫൻഡറിനെ വളരെ അനായാസമായിട്ട് ഓവർടേക്ക് ചെയ്യുന്നു, കട്ടിങ് ചെയ്യുന്നു, സ്കോർ ചെയ്യുന്നു. എന്ത് മനോഹരമായ ഗോള്. ആ സെക്കൻഡ് ഗോള് ഡിയാസിൻ്റെ വളരെ സ്കിൽഫുള്ളായ ഒരു ഗോളായിരുന്നു. അതും ഇതുപോലെ തന്നെ അത് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 2 പ്ലെയേഴ്സിനെ ഡ്രിബിൾ ചെയ്യുന്നു, കട്ടിങ് ചെയ്യുന്നു, സ്കോർ ചെയ്യുന്നു. Real Madrid, they have quality players. They always have quality players like this. If there is one team that consistently years after years having good players, that's only Real Madrid. ഒന്നും പറയാനില്ല. എന്താ ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ്. ആ മോഡ്രിച്ച് തന്നെ ഇപ്പോഴും the level that he is playing is too much. എനിവേ ഗെയിമിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് റോഡ്രിഗോ സ്കോർ ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരുന്നു, കട്ടിങ് ചെയ്യുന്നു, സ്കോർ ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ ആൽവറസ് ഈക്വലൈസ് ചെയ്യുന്നു. അതും വളരെ മനോഹരമായ ഗോളായിരുന്നു. കട്ടിങ് ചെയ്യുന്നു, കർവ് ചെയ്യുന്നു. വളരെ ബ്രില്യൻ ടെക്നിക് ഓൺ ദാറ്റ് ഗോൾ. സെക്കൻഡ് ഹാഫിൽ ഡിയാസിൻ്റെ വളരെ സ്കിൽഫുള്ളായിട്ട് ഉള്ള ഒരു ഇൻഡിവിജ്വൽ എഫേർട്ട് കൊണ്ട് ഡിയാസ് സ്കോർ ചെയ്യുന്നു. അങ്ങനെ ഗെയിം 2-1 തീരുകയാണ്. അതിനിടയ്ക്ക് ഗ്രീസ്മൻ്റെ ഒരു എഫേർട്ട് വൈഡായിട്ട് പോകുമായിരുന്നു. അങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഡിഡ് നോട്ട് ഗിവ് അപ്പ്. ദേ വർ ട്രൈയിങ് ഫോർ എ ഡ്രോ. എനിവേ റിയൽ മാഡ്രിഡ് ഫസ്റ്റ് ലെഗ് 2-1 ജയിച്ചിരിക്കുകയാണ്. ഇറ്റ്സ് എ വെരി നാരോ ലീഡ്. ഡോട്ട്മണ്ട് വേഴ്സസ് ലിൽ, ഇറ്റ്സ് ഓൾ ടു പ്ലേ ഫോർ ഇൻ ദ സെക്കൻഡ് ലെഗ്. 1-1 അവസാനിച്ചിരിക്കുകയാണ്. ആദ്യം ഡോട്ട്മണ്ട് ആണ് ഗോൾ അടിച്ചതെങ്കിലും ലിൽ സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വരികയായിരുന്നു. 2 ടീമും ലീഗിൽ അത്ര കൺസിസ്റ്റൻ്റ് അല്ലാത്തത് കൊണ്ട് സെക്കൻഡ് ലെഗിൽ എന്ത് വേണം സംഭവിക്കാം. ബെൻഫിക്ക വേഴ്സസ് ബാർസലോണ. ഈ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ റഫീനിയ എന്നൊരൊറ്റ വാക്ക്. കാരണം ബാർസലോണ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു റെഡ് കാർഡ്, അത് ലാസ്റ്റ് മാനെ ചാലഞ്ച് ചെയ്യുന്നതിന് ഒരു റെഡ് കാർഡ് കിട്ടുന്നു. ആൻഡ് ദേ ആർ പ്ലേയിങ് വിത്ത് 10 men. ഇവിടെയാണ് ഇൻഡിവിജ്വൽ ബ്രില്യൻസിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. സീരിയസ്ലി ബെൻഫിക്കയുടെ ഒരു ഡിഫെൻസീവ് പാസ് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് അറൗണ്ട് 40 yards ഔട്ട് ഒരു ഷോട്ട് എടുക്കും. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗോൾ. ഇങ്ങനത്തെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ്
ഈ ഓരോ ടഫ് ടൈമിൽ ടീമിനെ കരകയറ്റുന്നത്. താങ്ക്സ് ടു റഫീനിയ, ബാർസലോണ അങ്ങനെ 1 goal അഡ്വാൻറ്റേജോടെ ക്യാമ്പ് നൗവിലേക്ക് പോകുന്നു സെക്കൻഡ് ലെഗിൽ. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ബട്ട് ബെൻഫീക്കയ്ക്ക് 2 goal വിത്തൗട്ട് റിപ്ലൈ അടിച്ചിട്ട് ക്വാർട്ടർ ഫൈനലിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇൻ ദിസ് കേസ് വി ക്യാൻ സേ ഇത് ചാമ്പ്യൻസ് ലീഗാണ്, ഇത് ഫുട്ബോളാണ്, എനിത്തിങ് ക്യാൻ ഹാപ്പൻ എന്ന്. ശരിയാണ്. ഇന്റർ മിലാൻ. അങ്ങനെ ഇൻസാഗിയുടെ ഇന്റർ മിലാൻ 2-0 ഫെയ്നോർഡിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഇൻസാഗിയുടെ ഞാൻ ഒരു സ്റ്റാറ്റ് ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു. 9 കളിയിൽ നിന്നാണ്ട് അവർ 1 goal കൺസീഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ്. അല്ലെങ്കിൽ ഇറ്റാലിയൻ ടീംസ് എല്ലാം ഡിഫെൻസിൽ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്, ഭയങ്കര സ്റ്റബേൺ ആണ്. അഗൈൻ ഇൻസാഗി ഈസ് മേക്കിംഗ് ഹിസ് മാർക്ക് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് മാനേജേഴ്സ് ഇൻ ദ ലീഗ്. സോ വളരെ നല്ലൊരു ലീഡാണ് ഗോയിങ് ഇൻ ടു സെക്കൻഡ് ലെഗ് ഹോമാണ് ഇന്ററിൻ്റെ. ഏതാണ്ട് ഉറപ്പിച്ചെന്ന് തന്നെ പറയാം. കാരണം ഇന്ററിൻ്റെ സ്റ്റാറ്റ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, 9 games 1 goal. സോ ഐ ഡോണ്ട് സീ ഫെയ്നോർഡ് ഗോയിങ് ദർ ആൻഡ് സ്കോറിങ് 3 goals വിത്തൗട്ട് എനി റിപ്ലൈ. സോ അങ്ങനെ ഇന്റർ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് ക്വാർട്ടർ ഫൈനൽ. ബയർ മ്യൂണിക് വേഴ്സസ് ബയർ ലിവർകൂസൻ. ഇത് ഒരു ടഫ് ഗെയിം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ലിവർകൂസൻ മെയ്ഡ് ഇറ്റ് വെരി ഈസി ഫോർ ബയർ മ്യൂണിക് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പുവർ ഡിഫെൻഡിങ്. ആ ഫസ്റ്റ് ഗോൾ തന്നെ ഹാരി കെയ്ൻ, നോ ചാലഞ്ച്, ഒന്നുമില്ല. ഒരു ക്രോസ് വരുന്നു, ഹാരി കെയ്ൻ കംസ് ഔട്ട് ഓഫ് നോ വെയർ, ആരും മാർക്ക് ചെയ്യുന്നില്ല. വളരെ ഈസി ആയിട്ട് ഹാരി കേക്കിനൊക്കെ അതൊക്കെ ഒരു പീസ് ഓഫ് കേക്കാണ്. വളരെ ഈസി ആയിട്ട് ഹെഡ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നു. കിമിച്ചൊക്കെ he was playing wonderfully. I don't know why Bayern Munich is not giving a contract extension for Kimmich. Contract തീരുകയാണ് and he will be a free agent. A player like Kimmich, unbelievable. ആർസണലിലോട്ടോ ഞങ്ങൾ എടുത്തോളാം സീരിയസ്ലി. അപ്പോൾ സെക്കൻഡ് ഗോൾ എഗെയിൻ ഡിഫെൻസീവ് മിസ്റ്റേക്ക്. ഓക്കെ, ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, അത് ഈസിലി കൺവേർട്ട് ചെയ്യുന്നു. മൊത്തത്തിലൊരു ഡിസിപ്ലിനില്ലായ്മ ഈ ഗെയിമിൽ ലിവർകൂസറിൻ്റെ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഷാബി അലോൺസോയുടെ ബയർ ലിവർകൂസറിന്. ഈ ഇടയ്ക്ക് 28 games എന്താണ് ഈ ഇടയ്ക്ക് ഷാബി അലോൺസോ റെക്കോർഡ് വരെ ഇടുമായിരുന്നു. ലൈക്ക് 28 games അൺബീറ്റൺ എവേ, 28 games അൺബീറ്റൺ എവേ റെക്കോർഡ്. അത് ചരിത്രത്തിൽ ആദ്യമാണ് ബുണ്ടസ് ലീഗയിൽ. സോ ആ ടീമാണ് ഇവിടെ വന്നിട്ട് എവേയിൽ വന്നിട്ട് ആകെ ഡിസിപ്ലിൻ ഇല്ലാതെ വളരെ ഹാരി കെയ്ൻ വന്നിട്ട് ഫസ്റ്റ് ഗോൾ, സെക്കൻഡ് ഗോൾ ഡിഫെൻസീവ് എറർ, അതിനിടയ്ക്കൊരു റെഡ് കാർഡ്, സെക്കൻഡ് യെല്ലോ കിട്ടിയിട്ട് ഒരു റെഡ് കാർഡ്, പിന്നെ ലാസ്റ്റ് എഗെയിൻ ഒരു ഡിഫെൻസീവ് എറർ, പെനാൽറ്റി വരുന്നു, ഗോൾ. അങ്ങനെ 3 goal അഡ്വാൻറ്റേജോടെ ബയർ മ്യൂണിക് ബയർ ലിവർകൂസറിലേക്ക് പോവുകയാണ്. ഇതും ഏതാണ്ട് ബയർ മ്യൂണിക് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചെന്ന് തന്നെ പറയാം.